ഇടുക്കി നെടുങ്കണ്ടത്തെ ഇടത് കോട്ട ഇളക്കാൻ ഇത്തവണ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് KSU പ്രവർത്തകനെയാണ്. കോട്ടയം CMS കോളേജിലെ 2ാം വർഷ MCom വിദ്യാർത്ഥിയായ അലൻ ഇടുക്കാർ. കലാലയ രാഷ്ട്രീയമേകിയ കരുത്തുമായാണ് അലൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ പാറത്തോട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയാണ് 23-കാരനായ അലൻ. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാറുള്ള തോട്ടം മേഖല യുവരക്തത്തിന്റെ കരുത്തിൽ വലതുചേരിയിൽ എത്തിക്കാനാവുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. CMSലെ കലാലയ രാഷ്ട്രീയത്തിൽ SFIയുടെ തേരോട്ടത്തിന് തടയിട്ട പോരാട്ട വീര്യമുണ്ട് അലനും കൂട്ടുകാർക്കും. SFIയുടെ അപ്രമാദിത്വത്തിന് തടയിട്ട് KSUവിന്റെ വെന്നിക്കൊടി പാറിച്ചത് അലനും കൂട്ടരും ചേർന്നായിരുന്നു. KSUവിലെ പ്രവർത്തനത്തിന്റെ അംഗീകാരം കൂടിയായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ അലൻ കാണുന്നത്. നിലവിലെ കോളേജ് യൂണിയൻ അംഗം കൂടിയാണ് അലൻ. CMSലെ ചെങ്കോട്ട പൊളിച്ച പ്രകടനം ഇടുക്കിയിലെ തോട്ടം മേഖലയിലും ആവർത്തിക്കാനാവുമോ എന്നാണ് പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മാരായമുട്ടത്ത് LDF സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അൺമുഖം വാർഡ് സ്ഥാനാർത്ഥി NT ഷീലാകുമാരിയുടെ പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചത്. 8 ബോർഡുകളാണ് നശിപ്പിച്ചത്. കാസർഗോഡ് ഉപ്പളയിൽ വനിതാ BLOയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. SIR വിവരങ്ങൾ ഫോണിലേക്ക് പകർത്തിയതായും പരാതി. BJP പ്രവർത്തകനായ ഉപ്പള മണിമുണ്ട സ്വദേശി അമിതിനെ മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. BLO ആയ കണ്ണാടിപ്പാറ സ്വദേശി A സുഭാഷിണി നൽകിയ പരാതിയിലാണ് ഈ നടപടി. സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് ശബരിമലയിലെ സ്പോൺസർഷിപ്പിൽ വൻ ഇടിവ്. ഓരോ സീസണിലും വിവിധ ഇനങ്ങളിലായി കിട്ടിയിരുന്ന വരുമാനമാണ് പെട്ടെന്ന് നിലച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമലയിലെ സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് സ്വർണ്ണക്കൊള്ളക്കേസിന്റെ തുടക്കം. ശ്രീകോവിലിന്റെ വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം നൽകിയത് ബല്ലാരി റൊഡാം ജുവൽസ് ഉടമ ഗോവർദ്ധനാണെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്പോൺസർഷിപ്പുകൾ പലവിധ തട്ടിപ്പുകളിലേക്ക് നയിക്കുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണം സ്പോൺസർമാരിലേക്ക് നീണ്ട സാഹചര്യത്തിലാണ് മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നത്. പണം ചെലവഴിക്കുന്ന സ്പോൺസർമാർ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പണം ചെലവാക്കാൻ മുന്നോട്ട് വരുന്നതിൽ നിന്ന് പുതിയ സ്പോൺസർമാരെ തടഞ്ഞു. അതാണ് ദേവസ്വം ബോർഡിനെ പ്രതിസന്ധിയിൽ ആക്കിയത്. ഓരോ വർഷവും അന്നദാനത്തിനും തീർത്ഥാടകർക്ക് ശരണവഴികളിൽ ലഘുഭക്ഷണം നൽകുന്നതിനും ശ്രീകോവിലിലെയും തിടപ്പള്ളിയിലെയും ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ വാങ്ങുന്നതിനും ബെഡ്ഷീറ്റുകളും തലയിണ കവറുകളും വാങ്ങുന്നതിനും എല്ലാം സ്പോൺസർഷിപ്പിനെയാണ് ദേവസ്വം ബോർഡ് ആശ്രയിച്ചിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്പോൺസർഷിപ്പാണ് വർഷം തോറും ലഭിച്ചിരുന്നത്. ലഘുഭക്ഷണം നൽകുന്നതിന് വേണ്ടി മാത്രം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചെലവഴിച്ചത് 1,80,00,000-ഓളം രൂപയാണ്. ഒരു സീസണിൽ 4 കോടി രൂപ ബിസ്ക്കറ്റ് വിതരണം ചെയ്യാൻ മാത്രം ചെലവാകും. സീസണിൽ 70 ദിവസം തുടർച്ചയായി ഉപയോഗിക്കുകയും പിന്നീട് ഒട്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന പാത്രങ്ങൾ മിക്കതും അടുത്ത സീസണിലേക്ക് ഉപയോഗയോഗ്യമല്ലാതാകും. ഓരോ സീസണിലും അതിനാൽ പുതിയ സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങേണ്ടി വരും. 3 നേരം അന്നദാനം നൽകുന്നതിനും കോടികളുടെ ചെലവുണ്ട്. ഇതിനെല്ലാം സ്വന്തം നിലയിൽ പണം ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ്. കാണിക്കയിലും അരവണ വിതരണത്തിനുമെല്ലാമുള്ള വരുമാനം ഇക്കുറി കൂടി എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. 34% വർധനവാണ് വിവിധ ഇനങ്ങളിലുള്ള വരുമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇതൊക്കെയാണെങ്കിൽ പോലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള നഷ്ടം വരുന്നു എന്നാണ് കണക്കുകൾ ഇപ്പോൾ രേഖപ്പെടുന്നത്. കാരണം വിവിധ ഇനങ്ങളിലുള്ള സ്പോൺസർഷിപ്പുകൾ ദേവസ്വം ബോർഡിന് ഇതിനിടെ നഷ്ടമായി കഴിഞ്ഞു. സന്നിധാനത്ത് നിന്ന് ബിപിൻ മുരളിക്കൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വാഹനാപകടത്തിൽ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ 5 പേർ മരിച്ചു. പുലർച്ചെ 4 മണിയോടെ രാമനാഥപുരം കിഴക്കേരയിലാണ് അപകടമുണ്ടായത്. തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. 7 പേർക്ക് പരിക്കേറ്റു. ഇവരെ